ഹേ ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലോട് സ്വാഗതമുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടി ഭ്രാന്തന്മാർക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. കാരണം നിങ്ങളുടെ കയ്യിൽ കാറൊക്കെ ഉണ്ടെങ്കിൽ കാറിൽ എപ്പോഴും നമ്മുടെ ബമ്പറിൽ അല്ലെങ്കിൽ കാറിന്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ഈ സ്ക്രാച്ചസ് കാണാം. അപ്പൊ അതുപോലെ തന്നെ ഇന്നലെ എന്റെ കാറിന് കിട്ടിയ ഒരു സ്ക്രാച്ച് കേട്ടോ. അപ്പൊ സാധാരണ എപ്പോഴും ഞാൻ ബമ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റായി ചെക്ക് ചെയ്യാറുള്ളതാണ്, വല്ല സ്ക്രാച്ച് ഇതോ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ സാധാരണ ബമ്പറിലൊക്കെ എപ്പോൾ നമ്മൾ എങ്ങനെ സൂക്ഷിച്ചാലും ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാണാം. പക്ഷെ ഇന്നലെ അത് എങ്ങനെയാണെന്ന് അറിയില്ല, ആരോ ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞ പോലെ ഒരു സ്ക്രാച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. കാരണം അത് എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ കുറെ ഗൂഗിളിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ നോക്കി. അപ്പൊ അതിലൊക്കെ പല മെത്തേഡ്സും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു പെൻ അവൈലബിൾ ആയിട്ട് കിട്ടും, അത് സ്ക്രാച്ച് റിമൂവർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് വെച്ചിട്ടും ചെയ്യാന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ വാക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആട്ടോ നമുക്ക് മാർക്കറ്റിൽ, പോളിഷ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ എന്തായാലും ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള പേസ്റ്റ് വെച്ചിട്ട് ഇത് എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാൻ പോകുന്നത്. ഞാൻ ആയിട്ട് എടുക്കുന്നത് ഇതുപോലെ ഒരു കോൾഗേറ്റ് പേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന്റെ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എത്രത്തോളം ജെന്യൂൻ ആണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു ഭാഗത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പൊ എനിക്ക് ആ ഒരു ടൈം ചെയ്തപ്പോൾ സക്സസ്ഫുൾ ആയിട്ടാണ് വന്നത്. അപ്പൊ എന്തായാലും ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്റെ കാറിന്റെ 4 ഭാഗത്തും ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്, അതുപോലെ തന്നെ ബാക്കിൽ കുറച്ച് വലുതുണ്ട്. അപ്പൊ ഈ 4 അല്ലെങ്കിൽ 5 ഏരിയയിലുള്ള സ്ക്രാച്ചസ് നമ്മൾ ഇന്ന് മായ്ക്കാൻ നോക്കുന്നുണ്ടാവും. എന്നിട്ട് ജെന്യൂൻ ആയിട്ടുള്ള റിസൾട്ട് തന്നെ ആയിരിക്കും പറയുന്നുണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ട്രാവലിംഗ് വീഡിയോസ് അതുപോലെ ഇതുപോലെയുള്ള വണ്ടികളെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ്, ടിപ്സും കാര്യങ്ങളും എല്ലാം തന്നെ പറഞ്ഞു തരുന്ന ഒരു ചാനലാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എൻ്റെ വണ്ടിയിലെ സ്ക്രാച്ചസ് കാണാം കേട്ടോ. കണ്ടല്ലോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡായിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കണ്ടപ്പോൾ വിഷമം തോന്നിയത്. കാരണം നിറയെ ബ്ലാക്ക് മാർക്സ് ഒക്കെ കാണുന്നുണ്ട് കണ്ടോ. സ്ക്രാച്ചസിൻ്റെ ഒപ്പം തന്നെ ബ്ലാക്ക് സ്ക്രാച്ചസ് ഒക്കെയാണ് കാണുന്നത്. അതുപോലെ ഈ ഒരു സൈഡ് കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് കാണുന്ന പോലെയുള്ള സ്ക്രാച്ചാണ് ഇതൊക്കെ കണ്ടോ. നമുക്ക് അത്യാവശ്യം ദൂരെ നിന്ന് നോക്കിയാൽ കൂടെ കാണുന്ന ടൈപ്പിലുള്ള സ്ക്രാച്ചാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ മായ്ക്കാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ പരീക്ഷണം തുടങ്ങാം. അതിനായിട്ട് ഞാൻ കോൾഗേറ്റ് പേസ്റ്റ് ഇതുപോലെ കുറച്ചൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തോട്ടും ആക്കി കൊടുക്കാം. അങ്ങനെ ആക്കി ഒരു 10 അല്ലെങ്കിൽ 15 സെക്കൻഡ് വെച്ചതിന് ശേഷം ഞാൻ ഇതുപോലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു തുണി വെച്ചിട്ട് ഇതുപോലെ വട്ടത്തിലായിട്ടാണ് ഞാനൊന്ന് തേച്ച് കൊടുക്കുന്നത്. അതായത് സർക്കുലർ മോഷനിൽ വേണം നമ്മൾ ഇതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നേരത്തെ ആ ഒരു നമ്മൾ അപ്ലൈ ചെയ്തതിനൊക്കെ ഞാൻ ഇതുപോലെ തുടച്ച് മാറ്റാൻ പോവാണ്. അപ്പോൾ കണ്ടല്ലോ, നിങ്ങൾക്ക് ആ ഒരു നേരത്തെ കണ്ട ആ ഒരു തീവ്രത നമുക്കിപ്പോൾ കാണുമ്പോൾ തോന്നുന്നില്ല. കണ്ടോ, അത്യാവശ്യം നല്ല ക്ലീൻ തന്നെ ആവുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു കോട്ട് കൂടെ ഇതുപോലെ അപ്ലൈ ചെയ്ത് നോക്കാം. അതിന് ശേഷം വീണ്ടും നമുക്കിതുപോലെ കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ നമുക്ക് എപ്പോഴും സർക്കുലർ മോഷനിൽ തന്നെ ചെയ്യാൻ നോക്കുക. ലീനിയറായിട്ട് ഇങ്ങനെ വലിക്കാതിരിക്കുക. നമ്മൾ സർക്കുലറായിട്ട് ചെയ്യുമ്പോഴാണ് അത് പെട്ടെന്ന് ഇങ്ങനെ മാഞ്ഞു പോകുന്നത് കേട്ടോ. കണ്ടല്ലോ, ഞാൻ ഇതിന് മുമ്പേ ഒരു 2-3 സ്ഥലങ്ങളിൽ ഇതുപോലെ ചെയ്ത് നോക്കി. നമ്മൾ സർക്കുലറിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് മാഞ്ഞു കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ സർക്കുലറായിട്ട് തന്നെ എപ്പോഴും ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്കിതൊരു 2-3 കോട്ട് അല്ലെങ്കിൽ 3-4 കോട്ട് ചെയ്യേണ്ടി വരും, എന്നാൽ മാത്രമേ കറക്റ്റായിട്ടൊന്ന് മാറി കിട്ടുള്ളൂ. നമുക്ക് എന്തായാലും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഈ ഒരു സൈഡാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കാണാൻ സാധിച്ചത്. കണ്ടല്ലോ, കുറേ ബ്ലാക്ക് കളർ മാർക്സ് ഒക്കെ കാണുന്നുണ്ട്, ബ്ലാക്ക് കളർ സ്ക്രാച്ചസ് ഒക്കെ കാണുന്നുണ്ട്. ഫുൾ വെട്ടലും കുത്തലും പോലെയൊക്കെയാണ് ഈ ഒരു സ്ഥലം പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മൊത്തമായിട്ട് എല്ലാ ഭാഗത്തോട്ടും ഇതൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നല്ല വൃത്തിയായിട്ട് തന്നെ തേക്കുക. തേച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത അതേപോലത്തെ സോഫ്റ്റ് തുണി വെച്ചിട്ടൊന്ന് മായ്ച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ കണ്ടല്ലോ, നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ബ്ലാക്ക് മാർക്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു ഡിഫറൻസ് എത്രത്തോളം വരുന്നുണ്ടെന്ന്. പിന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ദൂരത്തുനിന്ന് കാണുമ്പോൾ പെട്ടെന്ന് കാണുന്ന മാർക്സ് ഉണ്ടല്ലോ, അതൊക്കെയാണ് മെയിനായിട്ട് ഇത് മായ്ച്ചെടുക്കുന്നത് കേട്ടോ. ഒരുപാട് ഉള്ളിലോട്ടൊക്കെ ഇങ്ങനെ ഇതായിട്ട് സ്ക്രാച്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മായില്ല, കാരണം അത് കളർ പോയതാണ്. അല്ലാതെ ഉള്ള ചില മാർക്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബ്ലാക്ക് മാർക്സ് ഒക്കെ കാണാം, അല്ലെങ്കിൽ വേറെ വണ്ടിയുടെ ടയറ് കാര്യങ്ങളൊക്കെ ഉരഞ്ഞിട്ട് അതിൻ്റെ കളറോ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രാച്ചസ് വന്നതൊക്കെ പെട്ടെന്ന് തന്നെ മാഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. കണ്ടല്ലോ, പക്ഷേ നല്ലൊരു ഡിഫറൻസ് തന്നെ കിട്ടുന്നുണ്ട്, നല്ലൊരു ഫിനിഷിങ് തന്നെ നമ്മുടെ വണ്ടിക്ക് ഇത് നൽകുന്നുണ്ട്.
ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മൾ ആ ഒരു പേസ്റ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഒരുപാട് വലിയ കട്ട്സ് ഒക്കെ ആണെങ്കിൽ, വലിയ സ്ക്രാച്ചസ് ഒക്കെ ആണെങ്കിൽ, ഉള്ളിലോട്ടായിട്ടുള്ള സ്ക്രാച്ചസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ പേസ്റ്റ് വെച്ച് ചെയ്യുമ്പോൾ മാറണമെന്നില്ല. കാരണം ഇതിൽ മെയിനായിട്ട് നമ്മുടെ സ്ക്രാച്ചസ് മെയിനായിട്ട് വന്നിരിക്കുന്നത് ഈ വേറെ വണ്ടികളുടെ ടയറൊക്കെ തട്ടിയിട്ട് വന്നിരിക്കുന്ന സ്ക്രാച്ചസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ക്രാച്ചസിന് ആഴം കുറവായിരിക്കും. അതുപോലെ തന്നെ മെയിനായിട്ട് വരുന്ന ആ ഒരു ടയറിൻ്റെയോ അല്ലെങ്കിൽ വേറെ വണ്ടിയൊക്കെ തട്ടുകയാണെങ്കിൽ ആ വണ്ടിയുടെ പെയിൻ്റൊക്കെ ആയിരിക്കും നമ്മുടെ ഇതിലേക്ക് വരിക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നമ്മൾ കോൾഗേറ്റോ അല്ലെങ്കിൽ വേറെ പേസ്റ്റോ വെച്ച് ചെയ്യുന്നത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അതല്ല, വലിയ കട്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഉള്ളിലോട്ടൊക്കെ ആയിട്ടാണ് ഇതായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ റീപെയിൻറ്റോ അല്ലെങ്കിൽ റീടച്ച് ഒക്കെ ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം അത് അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഇതന്നെ വെച്ച് ചെയ്തിട്ട് റിസൾട്ട് കിട്ടണം എന്നില്ല. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും നിങ്ങളുടെ വണ്ടികൾ, നിങ്ങളുടെ പ്രിയപ്പെട്ട വണ്ടികളിൽ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അത് മായ്ക്കാനായിട്ട് തീർച്ചയായിട്ടും ഇത് ഉപയോഗപ്പെടുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരയ്ക്കും ബൈ ബൈ.